ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. NIOS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് തന്നെ കഴിവതും വീഡിയോ കംപ്ലീറ്റ് ആയി കാണുവാൻ ശ്രമിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ നെയ്മഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതായിരുന്നു? ഇന്ത്യത്തെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആയിരുന്നു ബംഗാൾ ഗസറ്റ്. 1780 പുറത്തിറക്കിയ ബംഗാൾ ഗസറ്റ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ട് ഇൻ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്നായിരുന്നു? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ലോധി ഡൈനാസ്റ്റിയിലെ അവസാന റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ലോധി ഡൈനാസ്റ്റിയിലെ അവസാന റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുകയും മുഗൾ എംപയർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആരാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആരായിരുന്നു? വാരൻ ഹേസ്റ്റിങ്സ്. വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഫോർട്ട് ഇൻ. പ്ലാസി യുദ്ധം നടന്നത് എന്നായിരുന്നു? 1757, 1757 പ്ലാസി യുദ്ധം നടന്നതുള്ളത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് ദൗളയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള റോബർട്ട് ക്ലൈവും തമ്മിലുള്ള യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ യുദ്ധത്തോടു കൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്രസിഡൻസീസ് വാസ് ദ റൈത്വാരി സെറ്റിൽമെൻറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്? ഏതൊക്കെ പ്രസിഡൻസികളിലാണ് റൈത്വാരി സെറ്റിൽമെൻറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു? മദ്രാസ്, ബോംബെ പ്രസിഡൻസികളിലായിരുന്നു ആദ്യമായിട്ട് റൈത്വാരി സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ മോസ്റ്റ് ആക്റ്റീവ് പ്രൊപ്പോണൻറ്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിനായി മുഖ്യമായി പ്രവർത്തിച്ച വ്യക്തി ആരായിരുന്നു? TB മെക്കാളെ. TB മെക്കാളെ ആയിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിനായിട്ട് മുഖ്യമായി പ്രവർത്തിച്ച വ്യക്തി. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി ഫോർട്ട് വില്യം കോളേജ്? ആരാണ് ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആരാണ്? ലോർഡ് വെല്ലസ്ലെ. വെല്ലസ്ലെ പ്രഭുവാണ് ഇന്ത്യയിലെ ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ലോകത്ത് ഏത് രാജ്യത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം നടന്നത്? ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ആദ്യമായി വ്യവസായ വിപ്ലവം നടന്നത്. നയൻത്ത് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്? ആര്യ സമാജ് സ്ഥാപകൻ ആരായിരുന്നു? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ആയിരുന്നു ആര്യ സമാജ് സ്ഥാപകൻ. 10th ക്വസ്റ്റ്യൻ, ദ സാന്താൾ റെബല്യൻ ടുക്ക് പ്ലേസ് ഇൻ വിച്ച് റീജിയൻ? ഏത് സ്ഥലത്താണ് സാന്താൾ റെബല്യൻ, സാന്താൾ കലാപം നടന്നത്? ഏത് സ്ഥലങ്ങളാണ്? ബംഗാളിൻ്റെ ബോർഡറിലും അതുപോലെ ബീഹാർ, ഒറീസ. ബോർഡർ ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാളിൻ്റെ അതിർത്തി പ്രദേശത്തും ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് സാന്താൾ റെബല്യൻ നടന്നത്. 11th ക്വസ്റ്റ്യൻ, വിച്ച് നോവൽ ഇമ്മോർട്ടലൈസ് ദ സന്യാസി റെബല്യൻ? സന്യാസി കലാപത്തിൻ്റെ ഓർമ്മയ്ക്കായി എഴുതിയ നോവൽ ഏതാണ്? ആനന്ദമഠ്. ആനന്ദമഠാണ് സന്യാസി കലാപത്തിൻ്റെ ഓർമ്മയ്ക്കായി എഴുതിയ നോവല്. ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 12th ക്വസ്റ്റ്യൻ, വെൻ ആൻഡ് ഹൗ വാസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ അബോളിഷ്ഡ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചത് എന്ന് എങ്ങനെയായിരുന്നു? ഇൻ 1858 ത്രൂ എ ഡിക്ലറേഷൻ ഓഫ് റോയൽ പ്രൊക്ലമേഷൻ ബൈ ദ ബ്രിട്ടീഷ് ക്രൗൺ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ രാജകീയ വിളംബരത്തിന് ശേഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചത്. 1857 കലാപത്തിന് ശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം
അവസാനിപ്പിച്ചത്. 13th ക്വസ്റ്റ്യൻ, ഹു പ്രൊപ്പൗണ്ടഡ് ദ ഡ്രെയിൻ തിയറി? ആരാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്? ആരാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്? ദാദാബായ് നവറോജി. 14th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഇൻ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നായിരുന്നു? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എ.ഒ. ഹ്യൂമായിരുന്നു. 15th ക്വസ്റ്റ്യൻ, ഹു ബ്രോട്ട് ഔട്ട് ദ റവല്യൂഷണറി ജേണൽ? ഒരു റവല്യൂഷണറി ജേണൽ കൊണ്ടുവന്നത് ആരായിരുന്നു? മേഡം കാമ. 16th ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഓഥർ ഓഫ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരായിരുന്നു? ആരാണ്? ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാബായ് നവറോജി ട്രെയിൻ തിയറിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 17th ക്വസ്റ്റ്യൻ, ഹു അനൗൺസ്ഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് വെൻ? ആരാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തത് എന്നായിരുന്നു? 1905 ലോർഡ് കേഴ്സനാണ് ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തത്. 18th ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ഗദർ മൂവ്മെന്റ് ഇൻ ദ സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ? ഗദർ മൂവ്മെന്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ഫൗണ്ടർ ചെയ്തത് ആരായിരുന്നു? സോഹൻ സിംഗും ഹർദയാലും. സോഹൻ സിംഗും ഹർദയാലുമാണ് ഗദർ മൂവ്മെന്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ഫൗണ്ടർ ചെയ്തത്. 19th ക്വസ്റ്റ്യൻ, ആനി ബസന്റ് ആൻഡ് തിലക് സ്റ്റാർട്ടഡ് വിച്ച് മൂവ്മെന്റ്? ആനി ബസന്റും തിലകും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രസ്ഥാനം ഏതായിരുന്നു? ആനി ബസന്റും തിലകും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രസ്ഥാനം ഹോം റൂൾ മൂവ്മെന്റ്. എന്താണ്? ഹോം റൂൾ മൂവ്മെന്റ്. 20th ക്വസ്റ്റ്യൻ, വെൻ വാസ് റൗലത്ത് സത്യാഗ്രഹ ലോഞ്ച്ഡ്? എന്നാണ് റൗലത്ത് സത്യാഗ്രഹ ലോഞ്ച് ചെയ്തത്? 6th ഏപ്രിൽ 1919. ഏപ്രിൽ 6, 1919 റൗലത്ത് സത്യാഗ്രഹ ലോഞ്ച് ചെയ്തത്. 21st ക്വസ്റ്റ്യൻ, ഗാന്ധിജി എക്സ്പെരിമെന്റഡ് വിത്ത് വിച്ച് മൂവ്മെന്റ് ഓൺ ഹിസ് മെത്തേഡ് ഓഫ് നോൺ വയലൻറ്റ് സത്യാഗ്രഹ ഡ്യൂറിങ് 1916-1917? ഗാന്ധിജി 1916-17 കാലഘട്ടത്തിലെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം നടത്തിയത് എവിടെയായിരുന്നു? ചമ്പാരൻ, അഹമ്മദാബാദ്, കേദ. 22nd ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ന്യൂ വെപ്പൺസ് യൂസ്ഡ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച പുതിയ വെപ്പണുകൾ അല്ലെങ്കിൽ പുതിയ ആയുധങ്ങൾ ഏതൊക്കെയായിരുന്നു? എയർപ്ലെയിൻസ്, ടാങ്ക്, സബ്മറൈൻസ്. എയറോപ്ലെയിൻ, പീരങ്കികൾ, അന്തർവാഹിനികൾ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ പുതുതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ. 23rd ക്വസ്റ്റ്യൻ, നെയ്യും ദ 2 മെയിൻ ഇന്റർനാഷണൽ അലയൻസസ് ഫോംഡ് ബൈ 1914. 1914 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടമാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഈ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ്? ട്രിപ്പിൾ എൻറ്റിറ്റിയും ട്രിപ്പിൾ അലയൻസും. ട്രിപ്പിൾ എൻറ്റിറ്റീസ് ത്രികക്ഷി സൗഹാർദ്ദമെന്നും ട്രിപ്പിൾ അലയൻസ് ത്രികക്ഷി സഖ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. 24th ക്വസ്റ്റ്യൻ, വിച്ച് സൈഡ് ഡിഡ് ഇന്ത്യൻ സോൾജേഴ്സ് ഫൈറ്റ് ഓൺ ഇൻ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ ആരുടെ ഭാഗത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തത്? ആരുടെ ഭാഗത്ത് നിന്നാണ്? ബ്രിട്ടൻ്റെ പക്ഷം ചേർന്നുകൊണ്ടാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യൻ സൈന്യം യുദ്ധം ചെയ്തത്. 25th ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾ വെർ അഫക്റ്റഡ് ബൈ വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്രത്തോളം ആളുകളെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 10 million കിൽഡ്, 2 million വൂണ്ടഡ്, മില്യൺ റെഫ്യൂജേഴ്സ്. 10 മില്യൺ ആളുകളെ കൊന്നൊടുക്കി, 20 മില്യൺ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മില്യൺസ് ആളുകൾ റെഫ്യൂജികൾ അല്ലെങ്കിൽ അഭയാർത്ഥികളായി മാറി. 26th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ റഷ്യ ബിഫോർ റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് റഷ്യയിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്പ്രദായം എങ്ങനെയായിരുന്നു? ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? സ്വേച്ഛാധിപത്യം. 27th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നെയിം ഈസ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917 നോൺ എസ്? 1917 നടന്ന റഷ്യൻ റവല്യൂഷന് പറയുന്ന മറ്റൊരു പേരെന്താണ്?
ബോൾഷെവിക് റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷന് പറയുന്ന മറ്റൊരു പേരാണ് ബോൾഷെവിക് റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ നടന്നത് എന്നാണ് 1917. 28th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് മെയിൻ കാഫ്? മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറാണ് മെയിൻ കാഫ് എന്ന പുസ്തകം എഴുതിയത്. 29th ക്വസ്റ്റ്യൻ, മുസോളിനീസ് ആംഡ് ഗാങ്സ് വർ കോൾഡ്. മുസോളിനിയുടെ ആംഡ് ഗാങ്ങിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ഷർട്ട്. 13th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിറ്റ്ലേഴ്സ് ആംഡ് ഗാങ്സ് വർ കോൾഡ്. ഹിറ്റ്ലറുടെ ആംഡ് ഗാങ്ങിനെ പറയുന്ന പേരാണ് ബ്രൗൺ ഷർട്ട്.